of our YouTube channel, Po and Ka. Poga. ഇവിടെ എല്ലാവരും ഭയങ്കര ക്ലീനിങ് അല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ദിവസമാണ് എൻ്റെ ചക്കരയുടെ അതെ ഗായ്സ്, അങ്ങനെ ഇന്ന് എൻ്റെ പെണ്ണ് കാണൽ ചടങ്ങാണ്. ഗോകുലിൻ്റെ വീട്ടിൽ നിന്ന് റിലേറ്റീവ്സ് എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ്. സോ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പയുടെ വക മാസ്റ്റർ ക്ലാസ് ഫോർ ക്ലീനിങ്. റൗണ്ട് അതെന്തൊന്ന് സ്പെഷ്യൽ ക്ലാസ് ഹൗ ടു ക്ലീൻ ഗ്ലാസ് പരിപാടി. അമ്മ അടിച്ചിട്ട് എങ്ങോട്ടാ ഇടണ്ടേ? ഇങ്ങനെ വീടൊക്കെ നല്ല വൃത്തിയാക്കി. ഇനി ഞാൻ റെഡി ആവട്ടെ. സമയമായി 2 മണിയായി. അവര് 3 മണിക്ക് വരത്തില്ലേ? ഇല്ല ഞാൻ അതൊന്നും അറിയില്ല. ശരി പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഫോണൊക്കെ മാറ്റി വെക്കട്ടെ. ബൈ ബൈ ഗൈസ്. തുറന്നോ? ഹായ്. ഞാൻ അങ്ങനെ റെഡിയായി. അയ്യോ ഗൈസ്, ഞാൻ റെഡിയായി. കല്യാണ പെണ്ണ് അങ്ങനെ റെഡിയായി. അതെ, ഞാൻ എൻ്റെ വല്യച്ഛനും വല്യമ്മയും എല്ലാവരും വരികയാണ്. ഫസ്റ്റ് ടൈമാണ് അവരെൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ചെറിയൊരു ടെൻഷനുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? കൊള്ളാവോ ഗൈസ്? ഞാനും പച്ച കോമഡി. നന്ദുവും പച്ചയാണ്. അതെ, യെസ്. അപ്പോൾ അവർ 3 മണിക്ക് എത്തും. ഇപ്പോൾ 2:30 ആയിട്ടുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ബാക്കി സെറ്റപ്പ് ചെയ്യട്ടെ. ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ഒരുക്കങ്ങൾ. വീടൊക്കെ നല്ല വൃത്തിയാക്കി. എന്താ ഉണ്ടാക്കുന്നത് സംഗീത്? ഓഹോ, കേക്ക്, അലുവ, പഞ്ചാമൃതം അമ്മയുടെ വക, കപ്പ ഉലത്തിയത്, നട്ട്സ്. അമ്മ നല്ല സുന്ദരിയായിട്ടുണ്ട്. അമ്മ എന്താ ഇപ്പൊ പറയാനുള്ളത്? ഹാപ്പിയാണോ? എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ദിവസമാണ് എൻ്റെ ചക്കരയുടെ അമ്മ നല്ല ഭംഗിയുണ്ട് കാണാൻ. അമ്മ എന്തിനാ? ജ്യൂസിന് കപ്പ ഒരുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സംഗീത്. ഞങ്ങളുടെ ഓൾ ടൈം സപ്പോർട്ടർ. പിന്നെ റിയാസ് സർ, എൻ്റെ സ്വന്തം കൊറിയോഗ്രാഫർ. എന്നെ കൊച്ചിലെ മുതലേ വളർത്തിയ എൻ്റെ മാസ്റ്ററാണ്. മാസ്റ്റർ ഇല്ലാതെ ഒരു ആഘോഷം ഞങ്ങൾക്കില്ല. വീട്ടിൽ ഇന്ന് എൻ്റെ ഫാമിലിയിൽ ആര് വരണേക്കാളും ഇവ വരണതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം എൻ്റെ നയനുമായിട്ട് വളർത്തിക്കൊണ്ട് വന്ന എൻ്റെ റിയാസിക്കാക്കി ജയ്. ഇതാരാന്നറിയാമോ? നമ്മുടെ വില്ലാളി വീരൻ മൊയിലാളി നയനയുടെ മൊയിലാളി. അയ്യോ, അതെ, വരുമ്പോ അറിയാം എന്താവുന്ന്. ഞങ്ങളത് ആ ഡോർ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് അവർക്ക് തരാൻ വേണ്ടിട്ട്. എല്ലാരും പരിചയപ്പെടുത്തുവാണ്. എന്റെ ജീവനും ആത്മാവും ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, എനിക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തോ എന്റെ അമ്മ. ഇതാണ് എന്റെ പൊന്നാരി ചക്കര പൊന്നമ്പിളി. അയ്യോ, ലിപ്സ്റ്റിക് ആക്കി വൃത്തിയേടാക്കി. അതാ ഇവര് ഇങ്ങനെ കേറി വരുന്നത് കാത്തതാ. അപ്പ ഇവിടെ നിൽപ്പുണ്ട്. അവിടെ ചേട്ടൻ്റെ വീട് പോലെ വെച്ച് ഇവിടെ അനിയൻ്റെ പോലീസ് വണ്ടി ഓടിക്കുന്നു. അപ്പോൾ പോലീസ് വണ്ടിയായി. ഓയ്യേ
ഗൈസ്, എനിക്ക് ചെറിയ ടെൻഷനുണ്ട് കേട്ടോ. ബിക്കോസ് അവർ വന്ന് എന്നെ ആദ്യമായിട്ട് കാണാൻ പോകും, അവൻ്റെ വല്യമ്മമാരും വല്യച്ഛന്മാരും ഒക്കെ. അപ്പോൾ അവർ വന്നിട്ട് എന്തൊക്കെയാണ് പറയാൻ പോകാമെന്ന് നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. സോ ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ദം. ആ ഇതിൽ ആരാണ് കിളവി അതും കൂടെ പറഞ്ഞേ. ഈ കിളവി ഓക്കെ. ഇന്ന് എന്തിനാ ഇവിടെ വന്നേ? ഇന്ന് എന്തിനാ ഇവിടെ വന്നേ? ഇന്ന് എന്തിനാ വന്നേ? രസം. കുടുംബശ്രീ സ്റ്റിൽസ് ഗോയിങ് ഓൺ. കണ്ടിന്യൂ ഗൈസ്. നമ്മളല്ലെങ്കിൽ ഒരു 10,000 തവണ റെഡി ആയി കഴിഞ്ഞാൽ കണ്ണാടി നോക്കുമല്ലോ. ഞാനെന്ത് ഭംഗിയല്ലേ. ബെല്ലടിക്കണം. ആ ബെല്ലടിച്ചോ ബെല്ലടിച്ചോ. അച്ഛ എങ്ങനെയുണ്ട് കപ്പ പുഴുങ്ങിയത്? എങ്ങനെയുണ്ട് വല്യമ്മ? കൊള്ളാവോ? അടിപൊളി. രാജമ്മ എങ്ങനെയുണ്ട് കപ്പ? കല്യാണച്ചക്ക? യാമിൻ ചേച്ചി എന്താണ് ഈ ചടങ്ങിനെ പറ്റി പറയാനുള്ളത്? ഇതെല്ലാം വല്യമ്മമാരുതായിരുന്നു കഴിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടില്ലേ? അടുത്തത് ഞങ്ങൾ ഒരു റിലേറ്റീവ്സ് പടയോടെ ഇവരുടെ വീട്ടിലോട്ട് പോയി. ഹേ ഗായ്സ്, അങ്ങനെ ഇന്ന് ഞാൻ ഗോകുലിന്റെ വീട്ടിലേക്ക് പോകുന്ന ഫംഗ്ഷനാണ്. സാധാരണ നോർമലി പെൺകുട്ടികൾ പോകാൻ പാടില്ല എന്നാണ് അല്ലേ ഇത് ചെക്കൻ കാണൽ ചടങ്ങ് എന്ന് നമുക്ക് വെക്കാം. സോ ഞാനും ഇന്ന് പോകും. ബിക്കോസ് അവൻ്റെ വീട്ടുകാർ വന്നപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനും പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഗ്രീൻ ബ്ലൗസ്, ഓറഞ്ച് സ്കർട്ട്. കൊള്ളാം, സുന്ദരിയായിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ ഔട്ട്ഫിറ്റ്. എവിടെ നോക്കട്ടെ മാമി, ഡ്രസ്സ് കാണിച്ചേ. എവിടെ നന്ദു? അങ്ങനെ ഞങ്ങൾ എല്ലാരും യാത്രയായി ടു ഗോകുൽസ് ഹൗസ്. ഞാനും നന്ദു, അമ്മാമ്മയും എൽദോയും. ഞങ്ങൾ കൊച്ചുമക്കളും അമ്മാമ്മയും ഈ വണ്ടിയില. ബാക്കിൽ നിങ്ങൾ കുറെ വണ്ടി കാണുന്നില്ലേ, അത് ഓരോരുത്തരായിട്ടുണ്ട്. ഒരു ജാഥയ്ക്കുള്ള വണ്ടിയുണ്ട്. അങ്ങനെ ഞാൻ ഗോകുലിന്റെ വീട്ടിലെത്തി ഗൈസ്. കല്യാണ ചെക്ക. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് പരിചയപ്പെടുത്തുന്നത്
ഞാൻ തന്നെയാണ് എൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഞാൻ എൻ്റെ ഫാമിലി റിലേറ്റീവ്സിനെ ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുത്തി അങ്ങനെ രണ്ടുപേരുടെ ഫാമിലീസ് ആദ്യമായിട്ട് മീറ്റ് ചെയ്തു. കല്യാണപ്പെണ്ണ് ജ്യൂസ് തുടങ്ങി. ഇത് എൻ്റെ മാമി, അച്ഛൻ്റെ വല്യമ്മ, പിന്നെ അതാ മാമി ഒളിച്ചിരിക്കുന്ന ഒരാള്, അത് അലിച്ചൻ്റെ ഇത് എൻ്റെ പ്രോയാണ് കേട്ടോ. ബ്രോ ഇത് അച്ഛൻ്റെ അനിയത്തിയുടെ അല്ല, എൻ്റെ ആവാറായിട്ടില്ല. ഇപ്പോഴത്തേക്ക് ബൈ. അടുത്ത എപ്പിസോഡിൽ ഇനി ഒരുക്കങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.